കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച വിഹിതം പുനഃസ്ഥാപിച്ചാൽ കേരളത്തിലെ ക്ഷേമ പെൻഷനുകളുടെ തുക വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. 5 മാസമായി ക്ഷേമ പെൻഷൻ നൽകുന്നില്ല എന്ന പ്രതിപക്ഷ ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും ധനമന്ത്രി പറഞ്ഞു. ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയെന്നാരോപിച്ച് കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. വിവരങ്ങൾ നൽകാൻ ഷീജയുണ്ട്. ഷീജ, അക്കമിട്ട് നിരത്തിയാണ് പ്രതിപക്ഷത്തിന് മറുപടി അദ്ദേഹം നൽകിയത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് ഇന്ന് സഭയിൽ തുടക്കമായ ദിവസമാണ്. ഇന്നേ ദിവസം തന്നെയാണ് ഇതുമായി സഹകരിക്കാതെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയത്. ഈ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിരുന്നു ഇന്നിപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസായി പ്രതിപക്ഷം നൽകിയിട്ടുണ്ടായിരുന്നത്. അത് ചക്കിട്ടപ്പാറയിലെ ആത്മഹത്യ അതിൽ ഊന്നിയായിരുന്നു. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം പ്രതിസന്ധിയിലായി എന്നുള്ള ഒരു ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചത്. പക്ഷേ ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ ധനമന്ത്രി അതിന്റെ ഭാഗമായി ഇതിനുള്ള മറുപടിയിൽ കൃത്യമായ രീതിയിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ചക്കിട്ടപ്പാറയിലെ ആത്മഹത്യ അത് പെൻഷൻ ലഭിക്കാത്തത് കാരണം അല്ല എന്ന് തന്നെയാണ് മന്ത്രി വിശദീകരിച്ചത്. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും അദ്ദേഹം ജോസഫ് എന്ന് പറയുന്നത് ഇതിനു മുൻപ് 3 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിലുള്ള വിവരങ്ങൾ സഭയിൽ പങ്കുവയ്ക്കേണ്ടി വരുന്നത് നിയമസഭയിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് കൊണ്ടാണ് എന്നുള്ള കാര്യവും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഓർമ്മിപ്പിച്ചു. നവംബർ മാസത്തിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട്, ഡിസംബർ മാസത്തിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ആ പെൻഷൻ കഴിഞ്ഞ് അടുത്തൊരു പെൻഷൻ ഡ്യൂ ആവുന്ന സമയം പോലും ആയിട്ടില്ല. അപ്പൊ അങ്ങനൊരു കാര്യമാകുമ്പോൾ അടിസ്ഥാനരഹിതമാണ്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം അത് സുഗമമായ രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് ലക്ഷ്യം വെച്ചാണ് പെൻഷൻ ഫണ്ട് കമ്പനി രൂപീകരിച്ചത്. ഈ പെൻഷൻ ഫണ്ട് കമ്പനിയുടെ കടം അത് സംസ്ഥാനത്തിന്റെ പൊതുകടത്തിലേക്ക് മാറ്റി. ഇതിലൂടെ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് സംസ്ഥാനത്തിന് ഉണ്ടായത്. അതാണ് നിലവിൽ ഈ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ താളം തെറ്റുന്നതിലേക്ക് നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് സമരം നടത്തുന്നതിന് പകരം പാർലമെന്റിലാണ് പ്രതിപക്ഷം സമരം നടത്തേണ്ടിയിരുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് പ്രതിപക്ഷത്തിന്റെ ഈ ഒരു വിഷയം കൊണ്ടുവന്നതിനെ വിമർശിച്ച് ധനമന്ത്രി പറഞ്ഞത്. ഈ 57,400 കോടി രൂപ നമുക്ക് അർഹമായത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ LDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞ തരത്തിലേക്ക് ഗവൺമെന്റ് കാലത്ത് ആ 2,500 ആക്കും. യാതൊരു സംശയമില്ല, ആക്കാൻ പറ്റും. ഞങ്ങൾക്ക് അതിനകത്ത് ആ സാമ്പത്തിക കാര്യത്തിൽ യാതൊരു സംശയമില്ല. 57,400 കോടി ഒരു വർഷം വെട്ടിയിട്ടും നിങ്ങളിതെല്ലാം നിന്നുപോകും, പെൻഷൻ നിന്നുപോകും, അടഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട് ഒന്നും അടഞ്ഞു പോയില്ലല്ലോ. പക്ഷേ പ്രതിപക്ഷം മന്ത്രിയുടെ മറുപടി വിലക്കെടുക്കാതെ ഏതായാലും ഈ വിഷയത്തിൽ ചർച്ചയായിരുന്നു നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. വിഷയം ചർച്ചയ്ക്കെടുക്കണമെന്നാവശ്യപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച PC വിഷ്ണുനാഥും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും രണ്ടുപേരും ഒരേ നിലപാടിൽ സ്വീകരിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും ചക്കിട്ടപ്പാറയിലെ ആത്മഹത്യക്ക് കാരണം സർക്കാരിന്റെ പെൻഷൻ മുടങ്ങിയത് തന്നെയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വലിയ തോതിൽ പെൻഷൻ മുടങ്ങിയത് കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്ന കാര്യമായിരുന്നു. അദ്ദേഹം ഭരണപക്ഷത്ത് മറുപടികൾ വസ്തുതാ വിരുദ്ധമാണ് എന്നും ആരോപിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, നിങ്ങൾ ഈ 5 മാസം പെൻഷൻ കൊടുക്കാത്തത് തെറ്റല്ല എന്ന് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ധനകാര്യമന്ത്രി ഇവിടെ പറയുന്നത്? ഏതായാലും ധനമന്ത്രിയുടെ മറുപടിയുടെ പശ്ചാത്തലത്തിൽ സ്പീക്കർ ധനമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. പക്ഷേ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ഏറെ നേരം സഭയിൽ സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചു. പക്ഷേ സഭാ നടപടികൾ തടസ്സപ്പെടാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു സ്പീക്കർ ശ്രമിച്ചത്. ഇതിന്റെ ഭാഗമായി മറ്റ് സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുകയായിരുന്നു.